മോളെ ആൻറ്റി ആയിരിക്കും. ആ ഡോറും തുറന്നേ. ഹായ് ആൻറ്റി. മുത്തേ, ചക്കരവാവേ, അമ്പിളിക്കണ്ണ, വായോ എൻ്റെ മുത്ത്, വായോ അമ്പാടി. ആൻറ്റി പോയ കാര്യം എന്തായി? കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എല്ലാം ശരിയാവും ആൻറ്റി. ആ അല്ല, ഇതാരാ? അമ്മയും മോനും ഇങ്ങ് എത്തിയോ? എത്തി. അങ്കിൾ എന്തിയാ ആന്റി? അതിയാ റൂമിലേക്ക് പോയി. ഇന്ന് ഓഫ് എടുത്തതല്ലേ, ഉറങ്ങണമെന്ന് പറഞ്ഞു. ഇതിന് വേറെ പണിയൊന്നുമില്ലേ? എന്ത് ചെയ്യാ ആന്റി? ഈ രാജീവേട്ടൻ ഇനി ഓഫ് കൊടുക്കരുതെന്ന് പറയണം. ഇനി എന്താ പണി ബാക്കിയുള്ളത്? ഇനി ഞാനും കൂടി ചെയ്യാം. ഡോക്ടർ എന്ന് പറഞ്ഞു ആന്റി? അതെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ആന്റി പോയി റോയിക്കും അങ്കിളിനും ചായ ഇട്ട് കൊടുക്ക്. അല്ലേ വേണ്ട, റോയി അങ്കിളിനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട മോളെ, രാവിലെ ഞാനെല്ലാം ശരിയാക്കി വെച്ചിട്ടാ പോയത്. നീ നിന്റെ പണി ചെയ്ത് പൂർത്തിയാക്കാൻ നോക്കെ. മോനെ വാ, പോകാം നമുക്ക്. മക്കളെ കയ്യേന്ന് വിട്ടിട്ട് ഡോറ് തുറന്നിടാ. ആഹാ, ഇവിടെ തന്നെ ഇരിക്കുവാണല്ലേ രാജീവേട്ടാ? എന്താ ഉദ്ദേശം? എന്നെ ഒന്ന് സഹായിക്കുവോ? പ്ലീസ് എടി, ഇപ്പം ശരിയാക്കി തരാം. 2 ദിവസമായാലോ ഇതും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതവിടെ വെച്ചിട്ട് വാ പൊന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ബാ 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 ബാ, എന്നാ എൻ്റെ പൊന്നിന് ചെയ്ത് തരണ്ടേ? രാജീവേട്ടാ, നമുക്ക് നാട്ടിൽ പോകണ്ടേ? പോണോടാ ഇപ്പം. നാട്ടിൽ കൊറോണയുടെ കാര്യമൊക്കെ എന്തായെന്ന് ഒരു പിടിയില്ല. ഓക്കെ, നമുക്ക് ആലോചിക്കാം. ആഗസ്റ്റ് തുടങ്ങി എല്ലാ സ്കൂളുകളും തുറക്കും. 1.5 കൊല്ലമായി നാട്ടിൽ പോയിട്ട്. കഴിഞ്ഞ ലീവിന് പോയപ്പോൾ മേടിച്ചിട്ട സ്ഥലവും വീടും എന്തായി ആവോ? ഒന്നും സംഭവിക്കില്ല മോളെ. നമുക്ക് ജൂൺ 1 ലീവിന് കൊടുക്കാം. നീ എന്നാ അങ്ങനെ ചെയ്യാം. പിന്നെ രാജീവേട്ടാ, നമുക്ക് ആ പൈസ ലോൺ അടിച്ച് തീർത്താലോ? കൊറോണയ്ക്ക് പാരിതോഷികമായിട്ട് കിട്ടിയ പൈസയല്ലേ? അത് വേണ്ട മോളെ. ലോണ് അതങ്ങ് അടഞ്ഞു തീർന്നോളൂ. 2 വർഷമല്ലേ ഉള്ളൂ. നമുക്ക് ആ പൈസ സമയമോളുടെ പേര് ബാങ്കിലിടാം. ശരി, രാജീവേട്ടൻ്റെ ഇഷ്ടം. എന്താ അമ്മ കാര്യം? നോക്കടി, കൊള്ളാലോ. നമ്മൾ പറഞ്ഞ മൊത്തം കേട്ടല്ലോ. മോളു, നിന്നെ കെട്ടിച്ചു വിടുന്ന കാര്യം ആലോചിക്കുന്നേ. എനിക്ക് നാണം വരുന്നു. എന്നാ അമ്മ? പൊക്കോണം അവിടുന്ന്. അവളുടെ ഒരു ഭൂതി കണ്ടില്ലേ? ഞാനൊരു കിഴുക്ക് തരും. പൊക്കോ അവിടുന്ന്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, പറഞ്ഞോളൂ. അച്ഛാ, എങ്ങോട്ട് നോക്ക്. മോള് പറയുവാണേ മോക്ക് ബീച്ചിൽ പോകണമെന്ന്. എന്ത് വേണമെങ്കിലും വായിക്കോ, പക്ഷെ എന്നെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ കൂട്ടുകാരോ? അവരെല്ലാരും ടാക്സി ഏർപ്പാടാക്കി പോയി. ശരി ശരി, മോള് വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടേയാക്കാം. ബാ, എഴുന്നേക്ക് മോളെ, ബാ. അങ്കിളെ, ഒന്ന് പിള്ളേരെ ഒന്ന് നോക്കിയാക്കണേ. ഞാൻ ഷീജ വിട്ടിട്ട് വരാം. അത് ശരി, ഇന്നും ഷീജയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അതെ അങ്കിൾ, ഞങ്ങൾക്ക് പോകാൻ സമയമായി. പിന്നെ വേഗം പോകാൻ നോക്ക്. ഇതൊരു പതിവായി പോയല്ലോ മോളെ. പൈസ കൊടുക്കുമ്പോ അത് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ശരി ആന്റി, എന്നാ ഞങ്ങൾ പോട്ടെ. ശരി എന്നാ. വാ രാജീവേട്ടാ. ആൻറ്റിയെ ഒന്ന് നോക്കിയാക്കണം കേട്ടോ, കുഞ്ഞ് ഉറങ്ങുക. പിന്നെ റോയെ ഇപ്പം അങ്ങോട്ട് വിടണം. ഞാൻ വിടില്ല, ഞാൻ നോക്കിക്കൊള്ളാം രാജീവേ. പോയിട്ട് വരൂ. ഓക്കെ ആൻറ്റി, എന്നാൽ ഞങ്ങൾ പോട്ടെ. മോനെ, പിന്നെ ഞാനൊരു സൂത്രം തരാം കേട്ടോ.
എന്താ പിന്നെ സാറേ കാര്യം? റാണി, രാജീവിന്റെ കാർ ആക്സിഡന്റ്. അയ്യോ, എന്താ വിനു, എന്തു പറ്റി? അച്ചായ, രാജീവ് ഷീജ ഹോസ്പിറ്റലുണ്ട്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് സംഭവം അറിഞ്ഞത്. അവർക്ക് എന്തെങ്കിലും പറ്റിയോ? രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. വിനു, ഇതെങ്ങനെ സംഭവിച്ചു? ഫിഫ്ത്ത് റിംഗ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. രാജീവിന്റെ കാറ് ഓവർ സ്പീഡായിരുന്നു. രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരിച്ചു. എന്തുവാ ആന്റി, ഡാഡി ഇതുവരെ വന്നില്ലല്ലോ. എന്താ റാണി ഇത്? നീ കുഞ്ഞിനെ വിഷമിപ്പിക്കരുത്. ഹോസ്പിറ്റലിൽ പോകണ്ടേ നമുക്ക്? നീ പോയി വേഷം മാറാൻ നോക്ക്. നീ കുഞ്ഞിനെ ഇങ്ങിതാ. അച്ചായ, കുട്ടികളെ കൊണ്ടുപോകണ്ടേ? അവരെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? അവസാനമായിട്ട് അവരുടെ അച്ഛനും അമ്മയും അവർ കാണണ്ടേ? എന്നാ കുഞ്ഞിന് കുറച്ച് പാല് റെഡിയാക്ക. പിന്നെ ആ ആലുവയിലെ കോൺവെന്റിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ. നീ വേഷം മാറുന്ന കൂട്ടത്തിൽ നീ തന്നെ അങ്ങ് വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കട്ടെ. അമ്മ, അച്ഛാ. അച്ഛാ, ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഇനി ഫ്ലാറ്റിന്റെ ഫോർമാറ്റ് എല്ലാം കഴിഞ്ഞു. കുഞ്ഞുങ്ങളുടെ എംബസിയിലെ കാര്യങ്ങളേ ഉള്ളൂ ബാക്കി. റാണി, എന്താ അച്ഛാ? ഇനി ഇവര് നമ്മുടെ മക്കളാണ്. അവർ നമ്മുടെ മക്കളായിരുന്നു. നമ്മുടെ റോയിയുടെ അനുജത്തിയും അനിയനും.